ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഇതുപോലത്തെ ഒരു ട്വിസ്റ്റ് മോപ്പിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോന് 1-2 കമൻസ് വന്നു, ഇത് യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു പ്രൊഡക്റ്റ് കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള 2-3 കമൻസ് കാണുന്നു. അപ്പോഴേ ഞാൻ അതിനൊരു റിയാക്ഷനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് ഞാൻ കളഞ്ഞു. അതിൽ വിൻഡോ എസിൻ്റെ ഉള്ളിൽ പ്രാവ് ചെത്തിട്ട് നിറച്ചും പുഴുവൊക്കെ ഉണ്ടായിട്ട് താഴെ ഞങ്ങളുടെ റൂമിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ യൂസ് ചെയ്തത് കൊണ്ട് ഞാനത് കളഞ്ഞു. അല്ലാത്ത വേറൊരു ഡിഫക്റ്റും പ്രോബ്ലംസും ഒന്നും ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വാങ്ങിയത് ഈ ഒരു ടൈപ്പ് ട്വിസ്റ്റ് മോപ്പുമാണ്. ആ ഒരു മോഡൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഞാൻ 100% ഇതും അതൊക്കെ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. എനിക്കിത് സിമ്പിളാണ്, യൂസ് ചെയ്യാനും എളുപ്പമാണ്, കഴുകാനും എളുപ്പമാണ്, ഉണക്കാനും എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ് കേട്ടോ. ആദ്യത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ പൈസ കൂടിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലായാലും അതുപോലെ തന്നെ താഴെയുള്ള തുണി കൊണ്ടുള്ള അതൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. അതാണ് ആദ്യത്തേത് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മൾ ബാത്ത് ടബിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ ശേഷം എങ്ങനെയാണ് വെള്ളം കളയേണ്ടതെന്ന് നോക്കാം. ഇതിലത്തെ വെള്ളം കളയാനായിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കും. അപ്പോൾ ഇവിടെ ലോക്കായിട്ട് ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കുന്നില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് പോവും. വെള്ളം ഫുൾ ഇതിലത്തത് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാനിതിങ്ങനെ അവിടെ ബാത്റൂമിൽ തന്നെ ഒരു ഹാങ്ങറിൽ ഇങ്ങനെ കൊളുത്തി ഇട്ടിട്ടാണ് ഇത് ഡ്രൈ ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു മോപ്പ് വാങ്ങിച്ചത്. ഞാൻ എല്ലാ മോഡലും മോപ്പും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഫ്ലാറ്റുകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് 100% കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലുള്ള മോപ്പുകൾ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം അവർക്കത് തോന്നിയത്. പക്ഷേ ഇത്രയും കാലം ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് 100% ഇത് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഇത് പ്രൊമോഷണൽ വീഡിയോസ് ഒന്നുമല്ല. ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്തതെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫുഡൊക്കെ ആക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുടക്കാനും കഴുകാനും ഉണക്കാനും ഒക്കെ ഇതുപോലുള്ള മോപ്പിനെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് വീഡിയോ ഇട്ടത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.